മഹാത്മാഗാന്ധി സർവകലാശാലയിൽ പുതുതായി രൂപീകരിച്ച പഠന ബോർഡുകളിലും ചാൻസലറുടെ ഇടപെടൽ. പുനഃസംഘടിപ്പിക്കപ്പെട്ട പഠന ബോർഡുകൾ പിരിച്ചുവിടുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യണമെന്ന സിൻഡിക്കേറ്റ് ആവശ്യം ചാൻസലർ തള്ളി. സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ചാൻസലറുടെ നടപടിയെന്ന് സിൻഡിക്കേറ്റ്. MG സർവകലാശാലയിൽ പുതുതായി രൂപീകരിച്ച പഠന ബോർഡുകളിലും ചാൻസലറുടെ ഓഫീസ് ഇടപെട്ട് യോഗ്യതയില്ലാത്ത ആളുകളെയാണ് നിയമിച്ചത്. ചാൻസലർ നേരിട്ട് സർവകലാശാല ഭരണം നടത്തുന്നതിന് തുല്യമായ ഇടപെടലാണ് സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്. ഏപ്രിലിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ചാൻസലറുടെ ഓഫീസിൽ നിന്നും നൽകിയ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് കാണിച്ച് കത്തയച്ചിരുന്നു. സർവകലാശാലയിലെ 54 പഠന ബോർഡുകളിൽ 20-ലധികം ബോർഡുകളിലുണ്ടായ ക്രമക്കേടാണ് സിൻഡിക്കേറ്റ് ചൂണ്ടിക്കാണിച്ചത്. പഠന ബോർഡുകൾ പിരിച്ചുവിടുകയോ പുനഃസംഘടിപ്പിക്കുകയോ ചെയ്യണമെന്നായിരുന്നു സിൻഡിക്കേറ്റ് ആവശ്യം. എന്നാൽ സിൻഡിക്കേറ്റ് ആവശ്യം ചാൻസലർ തള്ളി. അതാത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള ആളുകളെ മാത്രമേ ചെയർമാൻമാരായി നിയമിക്കാൻ പാടുള്ളൂ. എന്നാൽ ചാൻസലറുടെ ഓഫീസിൽ നിന്നും ലിസ്റ്റ് തിരിച്ചു വന്നപ്പോൾ അതിൽ ധാരാളം തിരിമറികൾ നടത്തി സംഘി അധ്യാപക സംഘടനകളുടെ BJP അനുഭാവമുള്ളവരെ മുഴുവൻ തിരികെ കയറ്റുവാനുള്ളൊരു വ്യഗ്രതയിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് സർവകലാശാലയിലെ വിവിധ അഫിലിയേറ്റഡ് കോളേജുകളിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അല്ലാത്ത ആളുകളെയാണ് ചെയർമാൻമാരായി നോമിനേറ്റ് ചെയ്തത്. സിൻഡിക്കേറ്റ് ആവശ്യം പരിശോധിക്കാൻ ചാൻസലർ സർവകലാശാലയോട് ആവശ്യപ്പെട്ടു. പട്ടികയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നായിരുന്നു വൈസ് ചാൻസലർ D. മാവൂദ് ചാൻസലർക്ക് നൽകിയ മറുപടി. ഇതോടെയാണ് സിൻഡിക്കേറ്റ് ആവശ്യം ചാൻസലർ തള്ളിയത്. സർവകലാശാല ഭരണ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരമുള്ള നിയമനങ്ങൾ നടത്തുന്നതിന് തിരക്കിട്ട നീക്കമാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ നടക്കുന്നത്. സാംജിത് അർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.